അടുത്ത ഗ്രൂപ്പ് പുഷ്പ സാറിന് ഇപ്പൊ കിട്ടിയതാട്ടോ. നല്ല വമ്പ സാധനം. പുഷ്പ സാറിന്റെ മണ്ടം കിട്ടിയിട്ടുണ്ട്, ബേബയ്ക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, വിപിൻ സാറിന് ഒന്ന് കിട്ടിയിട്ടുണ്ട്. എൻറ്റാമ്പോ നോക്ക്. ഓ സെറ്റ്. എന്റെ മോൻ എന്ത് വലുത് നോക്കുന്നത്. അപ്പൊ അതിന്റെ കളറ് പുള്ളി ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് എന്ത് പെടയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിനു ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫിഷിംഗ് ട്രിപ്പാണ്. ഫിഷിംഗ് ട്രിപ്പ് നേരെ ഇവിടെ നിന്നൊരു ചെറിയൊരു ബോട്ട് എടുത്ത് നേരെ നടുകടലിൽ പോയിട്ട് അവിടെ നിന്ന് മീൻ പിടിക്കാനാണ്. കടൽ നല്ല കാമായിട്ട് കിടക്കുവാണ് കേട്ടോ. അതുകൊണ്ട് എന്തായാലും നല്ല അടിപൊളി ട്രിപ്പായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ചെല്ലാം. അപ്പോൾ നമ്മുടെ ഇവിടെ വിപിൻ സാറും ഉണ്ട്. ഇത് നമ്മുടെ ഹാർബറാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വേറെ അങ്ങോട്ടല്ല, നമ്മുടെ മാൽദീവ്സിലെ നടുക്കടലിൽ പോയിട്ടാണ് നമ്മൾ ഇപ്പോൾ അടുത്ത മീൻ പിടിക്കാൻ പോണത്. നടുകടലിലല്ലേ? ആ ശരിയാ, മാൽദീവ്സ് ഇരിക്കുന്നത് നടുകടലിലാണ്. എന്നാൽ കൂടി നമ്മൾ നടുകടലിൽ പോയിട്ട് വലിയ മീനിനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഇതാ ഇങ്ങനെ പോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് 1-2 കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ മൈലോ, പിന്നെ കടലിൽ അവിടെ ഇരുന്നിട്ട് നമുക്ക് കുടിക്കേണ്ട സാധനങ്ങളൊക്കെ ഈ ബാഗിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് ഇന്നത്തെ ട്രിപ്പ് പോകണം കേട്ടോ. ഒരാളും കൂടെ ഉണ്ടല്ലേ? മെയിൻ ബോട്ട് ഡ്രൈവറെ കാണുന്നില്ല. അതെ, മെയിൻ ബോട്ട് ഡ്രൈവർ ഓൺ ദ വേ ആണ്. ഇതാണ് നമ്മുടെ ഫിഷർമാൻ. ഈ ബോട്ടിലാണ് നമ്മളെ ഇന്നത്തെ യാത്ര. അങ്ങനെ നമ്മളെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ അഹമ്മദ് ബേബയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഫുള്ള് റോപ്പെല്ലാം അഴിച്ച് ഫുള്ള് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് നേരെ ഇറങ്ങി നേരെ ബോട്ടിനകത്തോട്ട് കയറി. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചു. ഇതാണ് മാൽദീവ്സിലെ കാമായിട്ടുള്ള കടൽ. ഇത് കണ്ടോ, എന്ത് കാമായിട്ടാണ് കിടക്കണേന്ന് കണ്ടോ. ഇതേ ഒരനക്കം ഇല്ലാണ്ട് കടൽ കിടക്കണുണ്ടോ. അയ്യോ, സ്പീഡ് കൂടി. Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change. ഇത് ഹുൽദുഫാർ എന്ന് പറഞ്ഞൊരു ഐലൻഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിന് ആവശ്യമായിട്ടുള്ള പെട്രോളും ഡീസലൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലും ഏകദേശം 24 ലിറ്റർ നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്, കാരണം ഇന്ന് അത്യാവശ്യം ദൂരം പോകാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഇനി നമ്മൾ നേരെ ഫിഷിംഗ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഈ പോണ വഴിക്ക് കണ്ട ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. അത്യാവശ്യം ദൂരെയാണ്, എന്നാലും ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അത്യാവശ്യം നല്ല ഭംഗിയുള്ള റിസോർട്ടാണ്. വാട്ടർ വില്ലാസൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ട്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും ശാന്തമായിട്ട് കിടക്കുന്ന ഒരു കടലിനെ? അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെവിടെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. രക്ഷയില്ല, എന്ത് ശാന്തമായിട്ട് കിടക്കും, ഒരനക്കമില്ലാണ്ട് കിടക്കുവാണ്. നമ്മളങ്ങനെ ഫസ്റ്റ് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂണ പിടിക്കാനായിട്ട് നമ്മൾ ലൈൻ ഇറക്കിയിട്ടുകൊണ്ടിരിക്കുവാണ്. ടൂണ പിടിക്കാനായിട്ട് ബോട്ട് മൂവിങ് ആയിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ടൂണ പിടിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ലൈൻ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, മാക്സിമം ദൂരം വിടും. അങ്ങനെ കടലിലേക്ക് ഇറക്കി വിട്ട ലൈനൊന്ന് പിടിച്ച് വലിച്ചു നോക്കിയതാണ് കേട്ടോ. ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുകയാണ്. മീനുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, പക്ഷേ മീനില്ല കേട്ടോ അതിൽ.
I thought fish is there. Stride is there. I thought that is fish. അങ്ങനെ ഏകദേശം സമയം 6 മണി അടുപ്പിച്ചായി. നമ്മുടെ സൂര്യാസ്തമനമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ. നല്ല രസമായിട്ടിരിക്കുക. നമ്മുടെ ഈ ആകാശമൊക്കെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. വലിയ മീനൊക്കെ എവിടെയാണോ ഉള്ളത് ജമ്പ് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഫിഷിൻ്റെ ആക്ടിവിറ്റീസ് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മീൻ എവിടെയാണോ നല്ലോണം തുള്ളിച്ചാടുന്നത് ആ സൈഡിലേക്ക് നമ്മൾ മീൻ പിടിക്കാനായിട്ട് പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ജമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വീഡിയോയിൽ അത് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ടൂണ കിട്ടാണ്ടായപ്പോഴത്തേക്ക് നമ്മൾ ആ ലൈൻ ചുറ്റിയെടുത്തിട്ട് നമ്മൾ ഇനി ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് മീൻ പിടിക്കാനായിട്ടാണ് പോണത്. അപ്പോൾ ഇനി നേരെ കടലിലേക്ക് നമ്മൾ നങ്കൂരം ഇറക്കുവാണ്. ഈ റോപ്പിൽ നമ്മൾ നേരെ താഴേക്ക് ഇറക്കി വിടുവാണ് കേട്ടോ. അത്യാവശ്യം നല്ല ദൂരമുണ്ട്, ഏകദേശം 100 മീറ്ററിന് മേലെ ആഴമുള്ള സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ബെയ്റ്റൊക്കെ എടുത്ത് കട്ട് ചെയ്ത് നമ്മുടെ ചൂണ്ടയിൽ കെട്ടി നേരെ താഴേക്ക് ഇറക്കാനാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലൈനുണ്ട്, അതുപോലെ തന്നെ ഫിഷുണ്ട്, വേറെ ഒക്ടോപ്പസ് ഉണ്ട്, അതുപോലെ വേറെ ഫിഷുകളുണ്ട്. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് മീൻ പിടിക്കാനായിട്ട്. നമ്മുടെ മീൻപിടുത്തം തുടങ്ങാൻ പോവുകയാണ്. സാറ് ബൈറ്റൊക്കെ നേരത്തെ സെറ്റാക്കുന്നു. കട്ട് ചെയ്ത് പുഷ്പ സാറത് ചൂണ്ട ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഫാസ്റ്റിംഗ് പോട്ടല്ലേ. ലൈൻ നേരെ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം താഴെ പോയിട്ട് നമ്മുടെ അവിടുത്തെ ഇതുണ്ടല്ലോ തറയിൽ തട്ടിയിട്ട് അല്പം പിന്നെ പൊക്കി ഇട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഇടുന്നത്. അത് മാക്സിമം ഫുള്ള് തറയിൽ തട്ടിക്കിടന്നാൽ ചിലപ്പം ഈ റോക്കിലൊക്കെ കയറി കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം താഴേക്ക് ഇറക്കി വിട്ടിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. പുഷ്പ സാറിനെ കിട്ടി. സൂപ്പർ ലിഫ്റ്റ് ഷോ മീ വേണോ പുഷ്പ സാർ നോക്കിയേ. അട്ട സെറ്റ്. ഓക്കെ बड़ुवन विभिन्न बराबर हेल्प करनी विभिन्न बराबर गेनी हो रही है वेब ಕೂಡ नेगे ಬೇರೆ ಇಲ್ಲ ಕಂಡ ಕಿಣ್ಣಂಗ್ ಗಿಡಕ್ಕೆ ಹಚ್ಚಿ ಸ್ಥಾನ ಕಂಡ ಬರಲ್ಲ ಕಂಡ ಕಂಡ ಬಡುಮಸ್ ಫಿಲಲ್ಲು ಇಲ್ಲಿ ಎಂತ ಚೈನ ಬರಾಬರ್ದು No, mi spaso Zeni. Those are taking baby line. No, go. Neg.
അവിടെ മീനുണ്ട്. എൻ്റെ ഒരു മീൻ കിട്ടി. Uspaso bebe kati. Kuda fada. Ready kuda. ഇതും ഗ്രൂപ്പറ. അതെ അടുത്ത ഗ്രൂപ്പർ. ഓക്കെ പുഷ്പസാറിന് അടുത്തത് കിട്ടി. Uspaso hunde diko vara meal. అక్టోబర్ ఉండండి. బోగా కూడా వరం మీరు ఉండండి. ఓకే ఎనీవే Big size. టేక్ ఇట్. Not big one. Big one. Small one. No. Coral. You know chasing the fish. Coral. Nothing. അതെ അടുത്ത മീൻ. కూడా అర్థం. പുഷ്പസാർ ഹോയ് പുഷ്പസാർ. It will come. Will. But that much for starting, that much Yeah. big Then one is later it will get tired. Big one ಕೂಡ ಬಲ್ಲ ನಿಂಗೆ. Wear gloves. പറ്റിച്ചു. ഞാനിതോ അടുത്തത് കിട്ടി. ದಾವಣಗೆರೆ ಬಿಗ್ರೆಡ್. Uspaso help को दे देंगे. नहीं बेर नहीं. Uspaso slow. I got a small one, big one. Big one में बल्ले निंगे. Big one में मी नाना नहीं मी तो എന്നെ വന്ന് കടിച്ച് വരെയുടെ കൊടുത്തിട്ട് പോയി. കടിയില്ല രണ്ട് കടിയിട്ടായിരുന്നു. ഉണ്ട്. He also got. बराबर. ഫൈനലി. Same bait, isn't it? Same bait. Where? പുഷ്പസാറിന് ഇപ്പൊ കിട്ടിയതാട്ടോ നല്ല വമ്പ സാധനം. ഇത് കണ്ടല്ലേ എന്നൂടെ കിടക്കുന്നത്. നിക്ക്. പുഷ്പസാറിന്റെ മണ്ടം കിട്ടിയിട്ടുണ്ട്. ബേബയ്ക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. വിപിൻ സാറിന് ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഒട്ടെ എൻറ്റാമ്പോ നോക്ക്. ഓ I also got red fish. ഇങ്ങടിച്ചാ സെറ്റ്. സാറേ ഞാൻ സത്യം പറയട്ടാ, ഏതോ വലിയവൻ കുടുങ്ങിയാല് എൻ്റെ big. പുഷ്പ സാർ. ആട്ടെ പുഷ്പ സാർ.
that is in mouth only. So it will be easy. സാറേ എനിക്കും ഏതോ അടിച്ച് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. My one man inside. I know that because I let him take and take it. Baby, hook, baby, big one. Big one, no. അതെന്തോ മീൻ സാറേ അത് ഇപ്പൊ അങ്ങനെ പിടിച്ചത്? ഇതൊക്കെ ആക്കി നമ്മൾ അവിടെ വന്ന് കുക്ക പിടിച്ചിട്ട് പോകുന്നതാണ്. മീൻ അടിക്കാൻ തുടങ്ങി കേട്ടോ. അതെ അതിനൊരു വെയിറ്റ് എടുത്തോ. അമ്പോ പറഞ്ഞില്ല. Ah, we got big red fish.